ഇത്രയും കാലവും ഹിദായത്തില്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളവർ ഇസ്ലാമിനെ മാത്രം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്? മറ്റു മതങ്ങളെക്കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ലാത്തത് എന്തുകൊണ്ടെന്നാൽ ആ മതങ്ങളൊന്നും ഒരിക്കലും ലോകത്തിന് ഭീഷണിയല്ല. ഇസ്ലാം ഒരു വൈറസാണ്. ഇത് വളരെ അപകടകരമായ ഭീകരമായ ഒരു മതം. ഇത് മനുഷ്യന് ക്യാൻസർ ബാധിച്ചതുപോലെ ലോകത്തിന് ബാധിച്ച ഒരു ക്യാൻസറാണ്. ഇത്തരത്തിൽ മതത്തെയും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഏകനായ തമ്പുരാനെയും നിരന്തരം അവഹേളിച്ചു കൊണ്ടിരിക്കുന്ന ജാമിദ ടീച്ചർ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. മുഹമ്മദ് നബി 23 വർഷം കൊണ്ട് സ്ഥാപിച്ചത് ഒരു ഭീഷണിയായ സംസ്കാരമല്ല. വിദ്യാഭ്യാസം, ദയ, നീതി, മനുഷ്യാവകാശം, സ്ത്രീകളോടുള്ള മാന്യത, അന്യമതക്കാരോടുള്ള നീതി എന്നതെല്ലാം അടിസ്ഥാനമാക്കിയ ഒരു സമൂഹമാണ്. അവർ ശിശുക്കളെ ജീവനോടെ കുഴിച്ച് മൂടിയിരുന്ന കാലത്ത് ആർക്കെങ്കിലും 2 പെൺമക്കളുണ്ടെങ്കിൽ അവരെ വളർത്തി നല്ല രീതിയിൽ പെരുമാറുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ അടിമത്തം വ്യാപകമായിരുന്ന കാലത്ത് ഇസ്ലാം ആദ്യമായി പറഞ്ഞു, അടിമയെ മോചിപ്പിക്കുന്നതും ദാനം തന്നെയാണ്. ഒരു നിരപരാധിയെ കൊന്നാൽ അത് ഭൂമിയിലുള്ള സർവരെയും കൊന്ന പോലെ എന്ന് പറഞ്ഞ മതം അല്ല, ഇത് ഭീഷണിയാണോ? ഇത് മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കുന്ന സന്ദേശം നൽകുന്ന മതം. എന്തുകൊണ്ടാണ് ജാമിദ ടീച്ചർ ഈ കാര്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളറിഞ്ഞോ? ഇത് വളരെ അപകടകരമായ ഒരു മതമാണെന്ന് സമൂഹത്തെ പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തന്നെ പ്രസവിച്ച് പോറ്റി വളർത്തിയ തൻ്റെ മാതാവിനെ പോലും തൻ്റെ ആശയം പകർന്നു നൽകാൻ കഴിയാത്ത തൻ്റെ കഴിവുകേട് മനസ്സിലാക്കാതെ സമൂഹത്തെ നന്നാക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ ജാമിദ ടീച്ചർ. ഇവരുടെ അനുയായികൾ പറഞ്ഞതാണ് വലിയ കാര്യം. ജാമിദയുടെ കൂടെ കട്ടക്ക് നിന്ന ഉമ്മ. എങ്ങനെയെന്നാൽ ജാമിദ ടീച്ചറുടെ ഇതേ ആശയം തന്നെയായിരുന്നു ആ ഉമ്മയ്ക്കും ഉണ്ടായിരുന്നത് എന്നർത്ഥത്തിലാണ് ഇവരുടെ അനുയായികൾ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. എന്നാൽ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് മരിച്ച തൻ്റെ ഉമ്മയെക്കുറിച്ച് ഇത്തരത്തിൽ പറയല്ലേ എന്ന് പറയാൻ പോലും ഇവർക്ക് നാവുണ്ടായില്ല. അവർ സ്വയം ബോധവൽക്കരണത്തിനായി ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നു. മതത്തെയും നബിയെയും അപമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇവർ സമൂഹത്തെ ഉണർത്തുകയാണ്, സുഹൃത്തുക്കളെ ഉണർത്തുകയാണ്. പക്ഷേ അതേ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു കഠിന നിമിഷം കടന്നു വന്നു. അവരുടെ സ്വന്തം ഉമ്മ മരിച്ചുപോയി. അന്ന് ആ സ്ത്രീക്ക് അതേ സമൂഹത്തിനും അതേ പള്ളിക്കും അതേ നമസ്കാരത്തിനും അതേ ജനം കൂടിയ പള്ളിക്കാടിനും ആശ്രയിക്കാതെ വേറൊരു വഴിയുണ്ടായിരുന്നില്ല. അവൾ നിരാകരിച്ച അതേ മതമാണ് അവളുടെ ഉമ്മയെ ശുദ്ധമായി കബറടക്കിയത്. അവൾ പരിഹസിച്ച അതേ പ്രാർത്ഥനയാണ് അവളുടെ ഉമ്മയുടെ കബറിനരികിൽ മുഴങ്ങിയത്. ഒരു വാക്കുപോലും എൻ്റെ ഉമ്മക്കായി ഒന്ന് ദുആ ചെയ്യൂ എന്ന് പറയാനുള്ള അവസരം പോലും ഇവർക്കില്ലാത്തത് അതാണ് ഏറ്റവും വലിയ ദാരുണം. ഇതാണ് യാഥാർത്ഥ്യം. മതത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ ലോകത്തെ ബോധവൽക്കരിച്ചാലും ജീവിതത്തിൻ്റെ അവസാനം നിങ്ങൾക്കും വേണ്ടി വരുന്നത് ഒരു പള്ളി, ഒരു കബറിടം, ഒരു ദുആ, ഒരു ഖുർആൻ പാരായണം തന്നെയാണ്. ഈച്ചിനു വേണ്ടി തലയിൽ തട്ടമിട്ട് അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചെന്ന് പറയുന്ന ജാമിദ, നീ മതത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? വിമർശിക്കാത്തത് എന്താണ്? നിങ്ങൾ ക്രിസ്ത്യൻ മതം വിമർശിക്കാത്തത്? ആ മതമൊക്കെ ശരിയാണെന്നാണോ നിങ്ങളുടെ വിശ്വാസം? അല്ല, ആ മതങ്ങൾ ലോകത്തിന് ഭീഷണിയല്ല. ഇസ്ലാം എന്ന മതം ലോകത്തിന് ഭീഷണിയാണ്. ലോകത്തെ ബാധിച്ചിരിക്കുന്ന വൈറസ് ആണ് ഇസ്ലാം. മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് ഇസ്ലാം.